ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു teachenglish.com. ഏഴാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്ററായ എ ബീക്കൺ ഓഫ് ഹോപ്പിൽ നിന്നുള്ള ചോദ്യങ്ങള് മറ്റു ആക്ടിവിറ്റികൾ എന്നിവയ്ക്കുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന വോയിസ് AI ആണ്, റിയൽ വോയിസല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലില് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കിട്ടാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. Answer the following questions. Question 1. What is Usha Chaumar's mission? എന്താണ് ഉഷ ചൗമറിന്റെ ദൗത്യം? Answer. Usha wants every woman to have a respectable job and end untouchability. എല്ലാ സ്ത്രീകൾക്കും മാന്യമായ ജോലി ലഭിക്കണമെന്നും തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കണമെന്നും ഉഷ ആഗ്രഹിക്കുന്നു. Question 2. What were some of the challenges Usha Chaumar faced in terms of income and daily living? വരുമാനത്തിന്റെയും ദൈനംദിന ജീവിതത്തിന്റെയും കാര്യത്തിൽ ഉഷ ചൗമർ നേരിട്ട ചില വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? Answer. Usha earned very little money. She ate leftover food and wore old clothes given to her. ഉഷയ്ക്ക് വളരെ കുറച്ച് മാത്രമേ വരുമാനമുണ്ടായിരുന്നുള്ളൂ. അവര് മറ്റുള്ളവര് ബാക്കിയാക്കുന്ന ഭക്ഷണം കഴിക്കുകയും അവർക്ക് കിട്ടിയ പഴയ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരികയും ചെയ്തു. Question 3. How did the situation change when Sulabh International began constructing toilets in the villages? Answer. Sulabh International built toilets, which ended the need for manual scavenging. Usha and other women got new, dignified jobs. സുലഭ് ഇന്റർനാഷണൽ ശൗചാലയങ്ങൾ നിർമ്മിച്ചപ്പോൾ തോട്ടിപ്പണിയുടെ ആവശ്യകത ഇല്ലാതായി. ഉഷയ്ക്കും മറ്റ് സ്ത്രീകൾക്കും പുതിയതും മാന്യവുമായ ജോലികൾ ലഭിച്ചു. Question 4. What is Usha's message to the society? എന്താണ് ഉഷ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? Answer. Usha believes women should have respectful jobs. She wants to create a society free from untouchability. സ്ത്രീകൾക്ക് മാന്യമായ ജോലികൾ ഉണ്ടായിരിക്കണമെന്ന് ഉഷ വിശ്വസിക്കുന്നു. തൊട്ടുകൂടായ്മയിൽ നിന്ന് മുക്തമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ അവരാഗ്രഹിക്കുന്നു. അടുത്തതായി ആക്ടിവിറ്റികളാണ്. Activity 1. Collect the details of some famous people who had a humble beginning. നന്നേ എളിയ തുടക്കമുള്ള ചില പ്രശസ്തരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുക. Now let's write down names of some famous people. How were their beginnings and what are their profession and position or recognition they achieved? Abraham Lincoln was born in a log cabin in Kentucky. He worked as a laborer and became the 16th President of the United States. കെൻഡക്കിയിലെ ഒരു ലോഗ് ക്യാബിനിൽ ജനിച്ച എബ്രഹാം ലിങ്കൺ അമേരിക്കൻ ഐക്യനാടുകളുടെ 16ാമത്തെ പ്രസിഡന്റായി ജോലി ചെയ്തു. APJ Abdul Kalam was born in a poor family in Rameswaram, Tamil Nadu. He was a scientist and became the 11th President of India. He is known as the Missile Man of India. APJ അബ്ദുൽ കലാം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹം ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. Nanjiamma was born in a tribal community in Kerala. She is a folk singer, known for her songs in the movie Ayyappanum Koshiyum. She received the National Film Award. കേരളത്തിലെ ഒരു ആദിവാസി സമൂഹത്തിൽ ജനിച്ച നഞ്ചിയമ്മ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ പ്രശസ്തിയായ നാടോടി ഗായികയും ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവുമാണ്. K.R. Narayanan was born in a poor Dalit family in Ujhavur, Kerala. He became the 10th President of India. He was the first Dalit to become President of India. K.R. നാരായണൻ ഉഴവൂരിലെ ഒരു ദരിദ്ര ദലിത് കുടുംബത്തിൽ ജനിച്ചു. സാമൂഹിക പുരോഗതിയുടെയും സമത്വത്തിന്റെയും പ്രതീകമായ ഇന്ത്യയുടെ 10ാമത്തെ ദലിത് രാഷ്ട്രപതിയായി. M.T. Vasudevan Nair was born in Kudallur, a small village in Kerala. He is a renowned writer and filmmaker. He is a Gyanpith Award winner. M. വാസുദേവൻ നായർ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമമായ കൂടല്ലൂരിൽ ജനിച്ചു. ജ്ഞാനപീഠ അവാർഡ് ജേതാവായ M.T. മലയാള സാഹിത്യകാരനും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്നു. P.T. Usha was born in a small village in Payoli, Kerala. She is a famous Indian track and field athlete.
She is known as the Queen of Indian Track and Field. പയ്യോളിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് പി.ടി. ഉഷ ജനിച്ചത്. ക്വീന് ഓഫ് ട്രാക്ക് ആൻഡ് ഫീൽഡ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റായ പി.ടി. ഉഷ അത്ലറ്റുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാതൃകയാണ്. Activity 2. Imagine a day when spades, hammers and other tools begin to talk. മൺവെട്ടികളും ചുറ്റികകളും മറ്റു ഉപകരണങ്ങളും സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു ദിനം സങ്കൽപ്പിക്കുക. What do you think they would say? അവർ എന്തു പറയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? Answers. What does spades say? I help you dig the earth. It's hard work, but I'm happy to help you plant flowers and trees. ഭൂമി കുഴിക്കാനും കിളക്കാനും ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇത് കഠിനാധ്വാനമാണ്, പക്ഷേ പൂക്കളും മരങ്ങളും നടാൻ നിങ്ങളെ സഹായിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. Paintbrush speaks. I add color to your life. Painting walls and pictures is my favorite job. ഞാൻ നിങ്ങളുടെ ജീവിതത്തിന് നിറം നൽകുന്നു. ചുവരുകള് പെയിന്റടിക്കുന്നതും ചിത്രങ്ങള് വരയ്ക്കുന്നതും എന്റെ പ്രിയപ്പെട്ട ജോലിയാണ്. Hammer says, I make sure things stay together. If something is broken, you can count on me to fix it. എല്ലാം ഒരുമിച്ച് നിലനിൽക്കുന്നുവെന്നത് ഞാൻ ഉറപ്പാക്കുന്നു. എന്തെങ്കിലും പൊട്ടിയാൽ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്നെ ആശ്രയിക്കാം. Activity 3. Note the use of the phrase, "wee hours of the dawn" in the poem. കവിതയിലെ "വി hours of the dawn" എന്ന പ്രയോഗത്തിന്റെ ഉപയോഗം ശ്രദ്ധിക്കുക. ആ പ്രയോഗത്തിനർത്ഥം പുലർച്ചെ എന്നാണ്. There are similar phrases about other phases of the day. ദിവസത്തിലെ ഓരോ നേരങ്ങളെക്കുറിച്ചും സമാനമായ ഫ്രേസുകളുണ്ട്. We use phrases like blazing noon and gathering dusk to indicate other phases of the day. ജ്വലിക്കുന്ന ഉച്ച, സന്ധ്യാവേള തുടങ്ങിയ ഫ്രേസുകൾ നാം ഉപയോഗിക്കുന്നു. Write sentences of your own using "wee hours of the dawn," "blazing noon" and "gathering dusk" in the spaces given below. ഇവ ഉപയോഗിച്ച് വാക്യങ്ങളുണ്ടാക്കുക. Sentences with the phrase, "the wee hours of the dawn." The football players start their practice in the wee hours of the dawn. ഫുട്ബോൾ കളിക്കാര് അതിരാവിലെ അവരുടെ പ്രാക്ടീസ് തുടങ്ങുന്നു. Farmers begin their work in the wee hours of the dawn. കർഷകർ അതിരാവിലെ തന്നെ അവരുടെ ജോലി ആരംഭിക്കുന്നു. The city is quiet and peaceful in the wee hours of the dawn. അതിരാവിലെ നഗരം ശാന്തവും സമാധാനപരവുമാണ്. Next, sentences in which the phrase, "blazing noon" is used. ജ്വലിക്കുന്ന ഉച്ചസമയം. The roads were empty in the blazing noon. കത്തുന്ന ഉച്ചസമയത്ത് റോഡുകൾ ശൂന്യമായിരുന്നു. Dogs find shade under trees in the blazing noon. കത്തിജ്വലിക്കുന്ന ഉച്ചസമയത്ത് നായ്ക്കൾ മരങ്ങളുടെ ചുവട്ടിൽ തണൽ കണ്ടെത്തുന്നു. People enjoy cold drinks in the blazing noon. കത്തുന്ന ഉച്ചസമയത്ത് ആളുകൾ ശീതളപാനീയങ്ങൾ ആസ്വദിക്കുന്നു. Last, sentences with the phrase, "gathering dusk." സന്ധ്യാസമയം. The birds were returning to their nest in the gathering dusk. പക്ഷികൾ സന്ധ്യാസമയത്ത് തങ്ങളുടെ കൂടിലേക്ക് മടങ്ങുകയായിരുന്നു. Kids play outside until the gathering dusk. കുട്ടികൾ സന്ധ്യ വരെ പുറത്തു കളിക്കും. The air cools down in the gathering dusk. സന്ധ്യാസമയത്ത് അന്തരീക്ഷം തണുക്കുന്നു. The day is divided into ante-meridiem and post-meridiem. ദിവസത്തെ AM, ആന്റി-മെറിഡിയം, PM, പോസ്റ്റ്-മെറിഡിയം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. Ante-meridiem, 8 am, is the time between midnight and noon, 001 to 12 o'clock. അർദ്ധരാത്രിക്കും ഉച്ചക്കുമിടയിലുള്ള സമയമാണ് AM, അർദ്ധരാത്രി 12:01 മുതൽ ഉച്ചക്ക് 12 മണിവരെ. Post-meridiem, PM, is the time between noon and midnight, 12:01 to 2400 hours. ഉച്ചയ്ക്കും അർദ്ധരാത്രിക്കുമിടയിലുള്ള സമയമാണ് PM, ഉച്ചക്ക് 12 മണി മുതൽ അർദ്ധരാത്രി 12 വരെ. Look at the diagram below. ചുവടെയുള്ള ചിത്രം നോക്കുക. Write sentences using AM and PM. AM, PM എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ എഴുതുക. Consider events like breakfast, school assembly, dinner, bedtime, examination, etc. പ്രഭാതഭക്ഷണം, അസംബ്ലി, അത്താഴം, ഉറങ്ങുന്ന സമയം, പരീക്ഷ മുതലായവയെ പരിഗണിച്ചെഴുതുക. AM. Classes begin at 9 a.m. ക്ലാസുകൾ രാവിലെ 9 മണിക്ക് ആരംഭിക്കും. Breakfast is at 7:30 a.m. പ്രഭാതഭക്ഷണം രാവിലെ 8-നാണ്. The school assembly starts at 8 a.m. സ്കൂൾ അസംബ്ലി രാവിലെ 9-ന് ആരംഭിക്കും. The examination begins at 10 a.m. പരീക്ഷ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. PM. Classes end at 4 p.m. ക്ലാസുകൾ വൈകിട്ട് 4 മണിക്ക് അവസാനിക്കും. Lunch is at 1 p.m.
ഉച്ചഭക്ഷണം ഉച്ചയ്ക്ക് 1 മണിക്കാണ്. Dinner is at 7 p.m. അത്താഴം രാത്രി 7 മണിക്കാണ്. Bedtime is at 9:30 p.m. രാത്രി 9:30 ഉറക്കസമയം. Activity 4. Let us salute community helpers. നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനെ അഭിവാദ്യം ചെയ്യാം. Community helpers are like superheroes in our neighborhood. കമ്മ്യൂണിറ്റി ഹെൽപ്പർമാർ നമ്മുടെ അയൽപ്പക്കത്തെ സൂപ്പർ ഹീറോകളെപ്പോലെയാണ്. They do important jobs to keep us safe and happy. നമ്മെ സുരക്ഷിതവും സന്തുഷ്ടവുമാക്കാൻ അവർ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നു. They work in different places like schools, hospitals, and even on the streets. സ്കൂളുകൾ, ആശുപത്രികൾ, തെരുവുകൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു. Police officers make sure everyone is safe. എല്ലാവരും സുരക്ഷിതരാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കുന്നു. Doctors and nurses take care of us when we are ill. നമുക്ക് അസുഖമുള്ളപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും നമ്മെ പരിപാലിക്കുന്നു. Teachers help us learn and farmers grow crops providing us the food we eat. അധ്യാപകർ നമ്മെ പഠിക്കാൻ സഹായിക്കുന്നു. കൃഷിക്കാർ നാം കഴിക്കുന്ന ഭക്ഷണത്തിനായി വിളകൾ വളർത്തുന്നു. They're like real-life heroes. അവർ യഥാർത്ഥ ജീവിതത്തിലെ നായകന്മാരെപ്പോലെയാണ്. Here are some community helpers. Can you say what they are doing? How do they help the community? ഇതാ ചില കമ്മ്യൂണിറ്റി ഹെൽപ്പർമാർ. അവരെന്താണ് ചെയ്യുന്നതെന്ന് പറയാമോ? അവർ നമ്മുടെ സമൂഹത്തെ എങ്ങനെ സഹായിക്കും? What do lifeguards do? ലൈഫ് ഗാർഡുകൾ. അവരെന്താ ചെയ്യുന്നത്? How they help us? അവരെങ്ങനെ സഹായിക്കും? They watch over swimmers. നീന്തൽക്കാരെ നിരീക്ഷിക്കുന്നതാണ് അവരുടെ ജോലി. They rescue people in trouble. കുഴപ്പത്തിലായ ആളുകളെ രക്ഷിക്കുകയാണവർ ചെയ്യുന്നത്. What do firefighters do? അഗ്നിശമന സേനാംഗങ്ങൾ. How they help us? They put out fires. തീ അണയ്ക്കുകയാണ് അവരുടെ ജോലി. They save lives and protect property. ജീവൻ രക്ഷിക്കുക, സ്വത്ത് സംരക്ഷിക്കുക വഴി അവര് നമ്മെ സഹായിക്കുന്നു. What do garbage collectors do? മാലിന്യം ശേഖരിക്കുന്നവർ. How they help us? They collect trash. ചപ്പുചവറുകൾ ശേഖരിക്കുകയാണ് ജോലി. They keep streets clean. അവര് തെരുവുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നു. What do health workers do? ആരോഗ്യ പ്രവർത്തകര്. How they help us? They provide medical care. വൈദ്യസഹായം നൽകലാണ് ആരോഗ്യ പ്രവർത്തകരുടെ ജോലി. They keep us healthy. നമ്മെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അവര് സഹായിക്കുന്നു. Activity 5. You may consider the following points while you prepare a thank you note. നിങ്ങൾ ഒരു നന്ദിക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഇനിപ്പറയുന്ന പോയിന്റുകൾ പരിഗണിക്കാം. First of all, start with a friendly greeting. കുറിപ്പ് ഒരു സൗഹൃദാഭിവാദ്യത്തോടെ ആരംഭിക്കുക. The note should express your gratitude clearly. അതില് നിങ്ങളുടെ നന്ദി വ്യക്തമായി പ്രകടിപ്പിക്കണം. Use a closing phrase such as sincerely, with love, or warm regards, followed by your name and signature. ആത്മാർത്ഥയോടെ, സ്നേഹത്തോടെ, അല്ലെങ്കിൽ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ തുടങ്ങിയവ പോലുള്ള ഒരു സമാപന വാചകം ഉപയോഗിക്കുക. തുടർന്ന് നിങ്ങളുടെ പേരും ഒപ്പം രേഖപ്പെടുത്തുക. Last but not least, try to keep the note brief. കുറിപ്പ് ഹ്രസ്വമാക്കാൻ ശ്രമിക്കുക. Thank you notes are polite expressions used to convey our appreciation and gratitude to others. മറ്റുള്ളവരോടുള്ള നമ്മുടെ മതിപ്പും നന്ദിയും അറിയിക്കാൻ ഉപയോഗിക്കുന്ന മാന്യമായ പദപ്രയോഗങ്ങളാണ് നന്ദിക്കുറിപ്പുകൾ. Think about the fruits and vegetables we usually eat. നമ്മൾ സാധാരണയായി കഴിക്കുന്ന പഴങ്ങളെയും പച്ചക്കറികളെയും കുറിച്ച് ചിന്തിക്കുക. How would you show your appreciation and gratitude to the hard-working farmers who grow them for us? നമുക്കായി അവ വളർത്തുന്ന കഠിനാധ്വാനികളായ കർഷകരോട് നിങ്ങളുടെ മതിപ്പും നന്ദിയും നിങ്ങളെങ്ങനെ പ്രകടിപ്പിക്കും? Now read a thank you note designed by Rhea. ഇവിടെ മാതൃകയായി നൽകിയ ഒരു നന്ദി കുറിപ്പുണ്ട്. വായിക്കുക. Imagine you are writing a special thank you note to your favorite community helper. നിങ്ങളുടെ പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി ഹെൽപ്പറിന് നിങ്ങൾ ഒരു പ്രത്യേക നന്ദി കുറിപ്പ് എഴുതുന്നുവെന്ന് കരുതുക. How would you express your gratitude and appreciation? നിങ്ങളുടെ നന്ദിയും മതിപ്പും നിങ്ങളെങ്ങനെ പ്രകടിപ്പിക്കും? Design a thank you note and share it with your friends. ഒരു നന്ദിക്കുറിപ്പെഴുതി നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. Dear firefighter, thank you for your bravery and dedication in keeping our community safe. പ്രിയ അഗ്നിശമന സേനാംഗമേ, ഞങ്ങളുടെ സമൂഹത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും വേണ്ടി താങ്കൾ കാണിക്കുന്ന ധൈര്യത്തിനും അർപ്പണബോധത്തിനും നന്ദി. Your quick actions and courage save lives and protect our homes. നിങ്ങളുടെ പെട്ടെന്നുള്ള പ്രവർത്തനങ്ങളും ധൈര്യവും ജീവൻ രക്ഷിക്കുകയും ഞങ്ങളുടെ വീടുകൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. We are truly grateful for your selfless service. നിങ്ങളുടെ നിസ്വാർത്ഥ സേവനത്തിന് ഞങ്ങൾ ശരിക്കും നന്ദിയുള്ളവരാണ്. Warm regards.
ഊഷ്മളമായ അഭിവാദ്യങ്ങൾ. Write your name below. Dear health worker, thank you for your tireless dedication and care. നിങ്ങളുടെ അശ്രാന്തമായ അർപ്പണബോധത്തിനും പരിചരണത്തിനും നന്ദി. Your hard work ensures that we stay healthy and recover when we are ill. നിങ്ങളുടെ കഠിനാധ്വാനം ഞങ്ങളുടെ ആരോഗ്യകരമായ ജീവിതവും സുഖപ്രാപ്തിയും ഉറപ്പാക്കുന്നു. We are deeply grateful for your compassion and service. നിങ്ങളുടെ അനുകമ്പയ്ക്കും സേവനത്തിനും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയുള്ളവരാണ്. Sincerely, ആത്മാർത്ഥമായി. write your name here. Dear garbage collector, thank you for keeping our community clean and safe. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ വൃത്തിയായും സുരക്ഷിതമായും നിലനിർത്തുന്നതിന് നന്ദി. Your efforts help prevent diseases and make our neighborhood a better place to live. നിങ്ങളുടെ ശ്രമങ്ങൾ രോഗങ്ങൾ തടയുന്നതിനും ഞങ്ങളുടെ അയൽപക്കത്തെ ജീവിക്കാനുള്ള മികച്ച സ്ഥലമാക്കി മാറ്റുന്നതിനും സഹായിക്കുന്നു. We truly appreciate your hard work and commitment. നിങ്ങളുടെ കഠിനാധ്വാനത്തെയും പ്രതിബദ്ധതയെയും ഞങ്ങൾ ശരിക്കും അഭിനന്ദിക്കുന്നു. With gratitude, കൃതജ്ഞതയോടെ. write your name here. നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.